എച്ച് എസ് യു വേജസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡി ഐ സിന്ന് തയ്യാറാക്കിയ എക്സൽ ഫയലാണിത്. ഈ എക്സൽ ഫയൽ ഇതിലൊരു വി ബി സ്ക്രിപ്റ്റ് ഉണ്ട്. ഓക്കെ, ഈ സ്ക്രിപ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. നിങ്ങൾക്ക് സെക്രട്ടറിമാർക്ക് കൂടുതൽ പണിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടും തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ചെയ്ത ഫയലാണിത്. ഒരുപാട് സൊസൈറ്റി ഇത് ഉപയോഗിക്കുന്നുണ്ട്, അതേസമയം ഇത് ഉപയോഗിക്കാത്ത സൊസൈറ്റി ഉണ്ട്. ഇത് ഉപയോഗിക്കാത്തതെന്ന് പറഞ്ഞാൽ ഇതിൽ വിഷ്വൽ ബേസിക് സ്ക്രിപ്റ്റ് ഉണ്ട്, അത് പോയാൽ ഇത് വർക്ക് ചെയ്യില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താലേ ശരിയാക്കാം. അതുപോലെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ആവശ്യമുള്ളവർക്ക് ലിങ്ക് അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്ത് ഇമെയിൽ അയക്കാം. ഇതിൽ ഈ ഫയലിൽ ഞാൻ തയ്യാറാക്കി വെച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സാധാരണ എച്ച് എസ് യുവിൻ്റെ എല്ലാ ടൈറ്റിലും തന്നെയാണ് ഉള്ളത്. ഓക്കെ, അതിൽ പിന്നെ കാര്യമായിട്ട് കാൽക്കുലേഷന് വേണ്ടി ഈ എക്സൽ ഉപയോഗിക്കുന്ന കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഒന്ന് ഈ ക്വാണ്ടിറ്റിയാണ്, 44 ക്വാണ്ടിറ്റി, 58ൻ്റെ ക്വാണ്ടിറ്റി. ഈ രണ്ട് കോളങ്ങൾ, അതായത് C15 C11, ഈ രണ്ട് കോളങ്ങളാണ് കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അബ്സ്ട്രാക്റ്റ് ഉണ്ട്. ഇപ്പം ബ്ലാങ്ക് ആണ്, അബ്സ്ട്രാക്റ്റ് ഒന്നുമില്ല. ഇവിടെ സീരിയൽ നമ്പർ നമ്മൾ മിസ്സാവാതെ കൊടുക്കുക. ഓക്കെ, 1 by 1 ആയിട്ട് കൊടുക്കുക. അത് നമ്മൾ ഓർഡറിൽ അതങ്ങനെ തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല, ഒന്ന് ഉണ്ടായാൽ മതി, വലിച്ചാൽ മതി. പിന്നെ സൊസൈറ്റിയുടെ പേര് കൊടുക്കുക. പിന്നെ ഫ്രം ഡേറ്റ്, എച്ച് എസ് യുവിൻ്റെ ഫ്രം ഡേറ്റ് ഇവിടെ ഇപ്പോൾ 1 മുതൽ 15 വരെ കൊടുത്തു, 16 മുതൽ 30 വരെ കൊടുത്തു, 31, 14 വരെ കൊടുത്തു, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കംപ്ലൈൻറ്റ് ചില സൊസൈറ്റി വരുത്തുന്നുണ്ട്. അതായത് അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ഇവിടെ വലതുവശത്ത് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ഡേറ്റ് ചിലപ്പോൾ അമേരിക്കൻ ഫോർമാറ്റ് ആയിരിക്കും. അതായത് മാസം ഫസ്റ്റ്, ഡേറ്റ് പിന്നെ ഇയർ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ന് 12/6/2025 നിങ്ങളിപ്പോൾ 12/6/2025 നിങ്ങൾ അടിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ സിസ്റ്റം എടുക്കലത് 12 മാസമായിട്ട് എടുക്കും, December 6, 2025 എടുക്കുക. അങ്ങനെ ഒരു പ്രശ്നം, ആ പ്രശ്നം ഉണ്ടോ എന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ രണ്ടും സെലക്ട് ചെയ്തിട്ട് ഒന്നുകിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് എടുക്കുക, അല്ലെങ്കിൽ Ctrl 1 അടിക്കുക. എന്നിട്ട് ഈ മാസത്തിൻ്റെ പേര് വരുന്ന ഫോർമാറ്റ് എടുത്ത് നോക്കാൻ. ഇപ്പം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ക്ലിയറാണ്. ഓക്കെ, ഇവിടെ ഉണ്ടാവും, ലോങ് ഫോർമാറ്റ് എടുത്താൽ മതി. ഇപ്പോൾ ഷോർട്ട് ഫോർമാറ്റിനാക്കുന്നു, ക്ലിയറാണ്, നമ്മളതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അതൊന്ന് ഇവിടെ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീജിയണൽ ഫോർമാറ്റ് പോയിട്ട് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഈ ഫോർമാറ്റ് കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ UID നമ്പർ, മെമ്പർ നമ്പർ, അതൊന്നും ഇപ്പം തൽക്കാലം ഞാൻ ആയിരുന്നില്ല. വീവർ നെയിമിന് പകരം വീവർ നെയിം ഇട്ടിട്ട് 1 മുതൽ 6 വരെയുള്ള വീവർ. ആ വീവർ ഇത് റിപ്പീറ്റ് ആയിരിക്കും, ബ്ലോക്ക് റിപ്പീറ്റ് ആയിരിക്കും, ഓരോ പീരീഡും റിപ്പീറ്റ് ആയിരിക്കും. ഏജ്, പീസ്, സാമ്പിൾ ഇതൊക്കെ നിങ്ങൾ അടിക്കേണ്ടതാണ്. നിങ്ങൾ കാര്യമായിട്ട് അടിക്കേണ്ട സംഭവമാണ് ക്വാണ്ടിറ്റി. 44 ഇത്ര ചെയ്തു, 58 ഇത്ര ചെയ്തു. ഇതിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഡാറ്റ വേണ്ട, കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് 44 C15 C11 C15 മാത്രം അടിച്ചാൽ മതി. ഇത്രയും ക്വാണ്ടിറ്റി അടിച്ചു. ബാക്കിയുള്ള ക്വാണ്ടിറ്റി നമ്മൾ ആവശ്യത്തിന് വേണ്ടി സാധനങ്ങൾ, പീസ്, സാമ്പിൾ എത്ര വേണമെന്നുള്ളത് നമുക്ക് ആവശ്യമുള്ളതാണ്, അത് അടിക്കുക. നമ്മൾ കാൽക്കുലേഷൻ ഉപയോഗിക്കുന്നത് C11 C15 ഇത്ര അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളിവിടെ ഇത് വർക്കിംഗ് ആണ്, വിഷ്വൽ ബേസിക് സ്ക്രിപ്റ്റ് വെച്ച് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് ഇപ്പം അബ്സ്ട്രാക്ട് ഫ്രീ ആണ്, ബ്ലാങ്ക് ആണ്. എച്ച് എസ് യു വേജസിൻ്റെ ഇത്രയേ നമ്മൾ അടിച്ചിട്ടുള്ളൂ, ഇത്രയേ ചെയ്തുള്ളൂ. ഇത് കോപ്പി ചെയ്തിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇനിയിപ്പം അടുത്ത വീവർ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ കുറച്ച് പേസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കാം. ഞാൻ ഡേറ്റ് അടക്കം പേസ്റ്റ് ചെയ്യുന്നു, ഡേറ്റ് അടക്കം അല്ല പേസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇത്രയും ചെയ്തു. നമ്മളിവിടെ ഇത്രയും നമ്മളിപ്പോൾ ഇക്വേഷനും ഇതൊന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് ഒന്നും വേണ്ട, ക്ലിക്ക് ചെയ്യേണ്ട, ഫൈൻഡ് വേജസ് അടിച്ചാൽ മതി. സംഭവം എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അബ്സ്ട്രാക്റ്റിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ അബ്സ്ട്രാക്റ്റും വന്നിട്ടുണ്ട്. 30 ജനുവരി, ഇത് ഇയർ നമ്മളവിടെ ഇവിടെ തെറ്റിച്ചിട്ടുണ്ട്. 25 ജില്ലയിലും 31/1/2000 അതുകൊണ്ടാണ്, അത് തെറ്റിച്ചുകൊണ്ടാണ്, ഇവിടെ ഡേറ്റ് തെറ്റിച്ചുകൊണ്ടാണ് ഇവിടെയും ഡേറ്റ് മാറിയിട്ട് തന്നെ വന്നത്. അപ്പം അതെല്ലാം കറക്റ്റാണ്. 44 ക്വാണ്ടിറ്റി, 58 ക്വാണ്ടിറ്റി, 44ൻ്റെ എമൗണ്ട്, 58ൻ്റെ എമൗണ്ട്, സൊസൈറ്റി എമൗണ്ട്, വീവർ എമൗണ്ട്, എല്ലാത്തിൻ്റെയും അബ്സ്ട്രാക്റ്റ് കറക്റ്റ് ഇവിടെ വന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ അറിയാതെ ക്ലിയർ ഇല്ല, അത് ഡിലീറ്റ് ചെയ്തു. അബ്സ്ട്രാക്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ 31/1/2025 നമ്മൾ ഡേറ്റ് കറക്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. നമ്മൾ ഡേറ്റ് കറക്റ്റ് ചെയ്യുന്നു, 14/2/2025 ആക്കി. തെറ്റിയതൊക്കെ കറക്റ്റ് ചെയ്യുന്നു. ജസ്റ്റ് വീണ്ടും ഒന്ന് അടിച്ചാൽ മതി. അപ്പോൾ ഇവിടെയും ഉണ്ട് ചെറിയ പ്രശ്നങ്ങൾ, അതും അതായത് നമ്മൾ തെറ്റിയ സാധനങ്ങളാണ്. 31/1/2025 ഡേറ്റിലാണ് ഒരു സാധ്യതയുള്ളത് തെറ്റാൻ. അപ്പോൾ ഡേറ്റ് കറക്റ്റ് ചെക്ക് ചെയ്യുക. അതിൽ ഫ്രം ഡേറ്റ് ആണ് മെയിനായിട്ടുള്ള നമുക്ക് ആവശ്യമുള്ളത്. ടു ഡേറ്റ്, ഫ്രം ഡേറ്റിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ടു ഡേറ്റ് ആണ്. ഇപ്പം നമ്മൾ ഡേറ്റ് ഒക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു ഫൈൻ വേജസ് അടിച്ചാൽ മതി. അബ്സ്ട്രാക്റ്റിലേക്ക് വന്നാൽ ക്ലിയർ ആയി. 15 ജനുവരിയിൽ അവസാനിക്കുന്ന വീക്കിൻ്റെ 31 അവസാനിക്കുന്ന 14 കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി
ഇവിടെയും ടോട്ടൽ നമ്മളെ വീവറും ഇത് രണ്ടും കൂടെ കൂടി. നിങ്ങൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ കോളത്തിന് സി എന്ന് പറഞ്ഞിട്ടാണോ കോളം ഇട്ടുന്നില്ല നോക്കിക്കോ. ചില പഴയത് ചെയ്തതിന് അത് ഉണ്ടായിട്ടില്ല. ഇത് ഇടാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം 20 ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കും. ഇങ്ങനെ ഒരു പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്ന എമൗണ്ടിൻ്റെ കൂടെ ഈ 26 27 കൂടി വരും. അതുകൊണ്ടാണ് സി 26 സി 27 ആക്കിയത്. ഇപ്പം 1,37,747 ആണ്. 1,37,747 ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 1,37,747. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ കിട്ടും. പിന്നെ വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്, ഒരു എറർ വരാൻ സാധ്യതയുണ്ട്. ആ എറർ വരുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇത് കാൽക്കുലേഷൻ എല്ലാം വിഷ്വൽ ബേസിക് സ്ക്രിപ്റ്റ് ഇട്ടിട്ട് ചെയ്യുന്നതാണ്. അന്നേരം നമ്മളിവിടെ 25 അടിക്കുന്നുണ്ട്, നമ്മൾ അറിയാതെ കീ പ്രസ് ചെയ്ത് പോയിട്ട് ഒരു സ്പേസ് അവിടെ വീണുപോയി, നമ്മൾ സ്പേസ് കാണുന്നില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളിപ്പം അടിച്ചാൽ എറർ വരും, എററാണ് വരിക. എന്നിട്ട് അത് അവിടെ വെച്ച് നിൽക്കും. താഴത്തുനിന്ന് ഫോർ എക്സാമ്പിൾ ഇപ്പം താഴത്തുനിന്ന് എന്ത് സംഭവിക്കില്ല, താഴത്തൊന്നും വർക്കിംഗ്, അതായത് ഇതിങ്ങനെ ശ്രദ്ധിക്കണം. ഇങ്ങനെ എറർ വന്നാൽ നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കണം, തെറ്റ് പറ്റാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഞാൻ പറയാം. ഇപ്പം അബ്സ്ട്രാക്റ്റ് വന്നിട്ടില്ല, ഞാൻ ഫൈൻഡ് വേജസ് വെച്ച് എറർ വന്നു. പക്ഷേ ഈ എവിടെയാണ് എറർ വരുന്നത് അവിടം വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്കിപ്പോൾ കൺഫ്യൂഷൻ ആവും. ഇവിടെ അബ്സ്ട്രാക്റ്റ് വന്നിട്ടില്ല, ഈ അബ്സ്ട്രാക്റ്റ് വരാത്തത് സംഭവം നമുക്ക് എറർ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ എറർ എക്സാക്ട്ലി എങ്ങനെയാണ് എവിടെ എറർ എന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് നമുക്കറിയാം. ഈ ക്വാണ്ടിറ്റി മുതൽ ഈ ക്വാണ്ടിറ്റി വരെ C11 മുതൽ C16 വരെ ഇങ്ങനെ മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ എച്ച് അടിക്കുക. കൺട്രോൾ എച്ച് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ആണ്. കൺട്രോൾ എച്ച് അടിക്കുക. എന്നിട്ട് ഒരു സ്പേസ് മേലെ ഒരു സ്പേസ് അടിക്കുക. ഒരു സ്പേസ് സെലക്ട് ചെയ്തിട്ട് അതിനെ 0 ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് കൊടുത്തു, റീപ്ലേസ്മെൻറ്റ് കൊടുത്തു. 6 റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, 6 സ്ഥലത്ത് മാറ്റിയതായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇനി ക്ലിക്ക് ചെയ്ത് അബ്സ്ട്രാക്റ്റ് നോക്കി, അബ്സ്ട്രാക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഈ എക്സൽ ഫയൽ കൂളായിട്ട് ഉപയോഗിക്കാം. ഈ എക്സൽ ഫയൽ സേവ് ചെയ്തത് നിങ്ങൾക്ക് ഒരു സ്ഥലത്തും നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ടത് തൊഴിലാളികളുടെ പേര്, ബാങ്ക് അക്കൗണ്ട്, അവർ പ്രൊഡ്യൂസ് ചെയ്ത സാധനമാണോ കൃത്യമായിട്ട് അടിക്കുന്നത്, ഈ 3 മാത്രം നോക്കിയാൽ മതി. തൊഴിലാളികളുടെ പേര്, അവരെ ബന്ധപ്പെട്ട ബാങ്ക് നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ഈ അവർ പ്രൊഡ്യൂസ് ചെയ്ത എമൗണ്ട് കറക്റ്റ് ആണോ, ക്വാണ്ടിറ്റി കറക്റ്റ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള കാൽക്കുലേഷൻ എത്രയാണ്, സൊസൈറ്റിക്ക് എത്ര വരുന്നു, വ്യൂവറിന് എത്ര വരുന്നു, അതൊന്നും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട. അതൊക്കെ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ചെക്ക് ചെയ്യും. ഓക്കെ.